യെസ്, അത് സത്യം തന്നെയാണ്. നിങ്ങളുടെ വീഡിയോ എങ്ങനെ വൈറലാക്കാം? യൂട്യൂബിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് കാശുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ 90% ആൾക്കാരും വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. നമ്മളെല്ലാം വാട്സപ്പിൽ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യും, ആരും തന്നെ തിരിഞ്ഞു നോക്കാറില്ല അല്ലേ? അപ്പോൾ ഞാനും ഇതേപോലെ തന്നെയാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പക്ഷേ ഇതിനകത്ത് ഇത് മോണിറ്റൈസ്ഡ് പോലും അല്ല ഈ ചാനൽ. പക്ഷേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ കഥകളൊക്കെ തന്നെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കാരണം ഒത്തിരി പേർക്ക് ഇത് ആവശ്യമായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇനി ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ കൂടുതൽ ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ മീഡിയ പ്രൊഡക്ഷൻ, കണ്ടന്റ് ക്രിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റാണ്. അപ്പോൾ നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നിർബന്ധമായിട്ടും. അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് പോകാൻ ഞാൻ ഈ ഒരു ടോപ്പിക്കിന് വേണ്ടി എങ്ങനെയാണ് ഒരു വീഡിയോ വൈറൽ ആവുക എന്ന് ഒത്തിരി പേരോട് ഞാൻ ചോദിച്ചു, പലരോടും. കാരണം വലിയ റീച്ചുള്ള ആൾക്കാരുടെ ഒക്കെ ചോദിച്ചു, പക്ഷെ അവരാരും തന്നെ പറഞ്ഞു തന്നില്ല. അപ്പോൾ ഇംഗ്ലീഷുകാർ കുറച്ചുകൂടെ സപ്പോർട്ടീവാണ്. അപ്പോൾ ഞാൻ കുറേ പേരോട് ചോദിച്ചപ്പം അവരുടെ വീഡിയോയുടെ ലിങ്ക്, അവർ ഇതിനെക്കുറിച്ച് ഈ ടോപ്പിക്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടാവും, ആ വീഡിയോയുടെ ലിങ്ക് അയച്ചു തരും. അത് മുഴുവൻ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ മനസ്സിലാവില്ല ഇതെന്താണ് ഇതിനകത്ത് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ്ലി സ്പൂൺ ഫീഡിങ് ഒരാളും ചെയ്യുന്നില്ല. അവരൊക്കെ വൈറലാക്കിയ വീഡിയോസ് എങ്ങനെയാണ് അതിൻ്റെ ട്രിക്ക്, മാസ്റ്റർ, ആ റെസിപ്പി എന്താണ് എന്ന് ഒരാളും പറഞ്ഞു തരുന്നില്ല. ആ ഒരു സംഭവമാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക എന്ന കാര്യത്തിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഇപ്പം തന്നെ അത് ചെയ്ത് വയ്ക്കുക. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഡെലിവറി ചെയ്യുന്നത്. നിർബന്ധമായിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടനും അതുപോലെ ലൈക്ക് ബട്ടനും ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യണം. കാരണം എന്നാലേ എനിക്ക് ഫീഡ്ബാക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ, എത്ര പേർക്ക് ഇത് ഉപകാരപ്പെട്ടു എന്നുള്ളത്. നിങ്ങളും തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ വീഡിയോയിൽ കൃത്യമായ ഒരു കണ്ടൻറ്റ് ഉണ്ടായിരിക്കണം എന്നൊരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ട് അതിൽ വൈറലാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. അതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്നത് എന്താണോ അതിൻ്റെ ഒരു കണ്ടൻറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾ ജെന്യൂൻ ആയിരിക്കണം. വെറുതെ തട്ടിപ്പ് പരിപാടികൾ കാണിച്ചിട്ട് ആൾക്കാരുടെ മുന്നിൽ നിങ്ങൾക്ക് വൈറലാവാൻ സാധിക്കില്ല. അപ്പോൾ ഒരു ജെന്യൂൻ കണ്ടൻറ്റ് കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് വീഡിയോ വൈറലാവണമെങ്കിൽ ജെന്യൂൻ കണ്ടൻറ്റ് മാത്രം ഉണ്ടായതുകൊണ്ടാവില്ല. നിങ്ങൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുകയും വേണം. പ്രസൻറ്റ് ചെയ്യുക വളരെ നല്ല രീതിയിൽ. ഇപ്പം എനിക്ക് ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ അറിയുന്ന ഒരാളൊന്നും അല്ല, എങ്കിലും ഈ ചില ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ഇതേപോലെ വൈറലാക്കി എടുക്കുന്നത്. സോ ഇതിനകത്ത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ വീഡിയോയിൽ ഞാൻ ഡയറക്റ്റ് സ്പൂൺ ഫീഡിങ് അല്ല ചെയ്യുന്നത്. അത് ഒരാളും ചെയ്യില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ്ലി ആ മെത്തേഡ് എന്താണ് എന്ന് പറയുന്നതിന് പകരം ഞാൻ ചെയ്യുന്ന മെത്തേഡുകൾ നിങ്ങൾ ആസെറ്റീസ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീഡിയോ ഉറപ്പായിട്ടും വൈറലാവും. നിങ്ങൾക്ക് ഏകദേശം പോയിന്റ് കിട്ടിയെന്നാണ് എനിക്ക് ധാരണയുള്ളത്. ഞാൻ എവിടം തൊട്ട് ഈ വീഡിയോ നിങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്നത് ഒന്ന് ചിന്തിച്ച് നോക്കുക. അതുപോലെ ഞാൻ വീഡിയോ നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കുക. ഒന്ന് ഫ്ലോ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ വീഡിയോ മെത്തേഡിലും ഈ ഇത് ഒന്ന് ഫോളോ ചെയ്യുക. അതോടുകൂടി നിങ്ങളുടെ വീഡിയോ ഉറപ്പായിട്ടും വൈറലാവും. നിങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് സ്പൂൺ ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ 1+1 2 എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് പകരം നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കുറേ ചിന്തകൾ ഇട്ട് തരാം. നിങ്ങളത് ഒന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഈ സംഭവം ഡയറക്റ്റ്ലി വർക്കൗട്ട് ആവും. എനിക്കും ഇത് അങ്ങനെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ പല രീതിയിൽ ഇവരോടൊക്കെ ചോദിക്കും. എനിക്ക് തോന്നുന്നു ഒരു 50-ലധികം ആൾക്കാരോട്, വൈറൽ വീഡിയോസിൻ്റെ മുതലാളിമാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങളിത് ചെയ്തെടുത്തതെന്നുള്ളത്. പക്ഷേ അവരൊക്കെ ചെയ്തത് ഒരു കോമൺ ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്ത ഇതേ ടോപ്പിക്കിലുള്ള വീഡിയോ തന്നെയാണ് അവരും ചെയ്തിട്ടുള്ളത്. അതായത് എങ്ങനെ നിങ്ങളുടെ വീഡിയോ വൈറലാക്കാം എന്നുള്ള. അവരപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് എനിക്ക് അയച്ചു തരും. ഞാൻ ഇരുന്ന് കാണും. ചിലപ്പോൾ 1, 2, 3 പ്രാവശ്യം കാണും. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലെ ഇത് എന്ത് തേങ്ങയാണ് ഈ പറയുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ ചിന്തിക്കുകയാണ് വേണ്ടത്. നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ബാക്ക് എൻഡിൽ നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കണം. എന്താണ് ഈ പറയുന്നത്, എന്താണ് ഈ ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. വീഡിയോയിൽ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ കവർ പേജ് ഡിസൈൻ ചെയ്യുന്നതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ AI-യുടെ സഹായം തേടുക. ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു പിക്ചർ അതിനകത്ത് ആഡ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണോ, നിങ്ങൾക്ക് എന്താണ് ആവശ്യം, അത് നിങ്ങൾ അച്ചീവ് ചെയ്തതായിട്ട് നിങ്ങൾ അവിടെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ടാർഗറ്റ് എന്താണ്? നിങ്ങൾ ഇപ്പോൾ അമേരിക്കയിലേക്ക് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ അമേരിക്കയിൽ പോയതിന് ശേഷം എന്താണ് എന്നതായിരിക്കണം നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യുന്നത് നിങ്ങളുടെ കവർ പേജിൽ. അവിടെ നിങ്ങൾ കൊടുക്കുന്ന പിക്ചർ വളരെ സ്ട്രൈക്കിംഗ് ആയിരിക്കണം. നിങ്ങൾക്ക് അവിടെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്തതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവിടെ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ഇപ്പോൾ ഇവിടെ എനിക്ക് എൻ്റെ ഫോട്ടോ ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ AI ഐഡിയോഗ്രാം എന്നൊരു സൈറ്റ് ഉണ്ട്. അതിനകത്ത് പോയിട്ട് നിങ്ങൾ കണ്ടൻറ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ
വണ്ടറടിച്ച് നിൽക്കുന്ന ഒരു ലേഡിയുടെ ഫോട്ടോ വേണം, അല്ലെങ്കിൽ US പറന്ന് നടക്കുന്ന സ്കൈ ഡൈവ് ചെയ്യുന്ന ഒരാളുടെ ഫോട്ടോ വേണമെന്നോ ഇങ്ങനെയൊക്കെ എഴുതി കൊടുക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് ആ ഫോട്ടോ ജനറേറ്റ് ചെയ്ത് തരും. അതേപോലെ പിക്സാബേ എന്നൊരു സൈറ്റ് ഉണ്ട്, അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നല്ല പിക്ചേഴ്സ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് തരും. ഹൈ റെസൊല്യൂഷനിലാണ്, 4K 6Kയിലൊക്കെ അതിനകത്ത് ഇമേജസ് ഉണ്ട്, അതും ഉപയോഗിക്കാൻ പറ്റും. ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുക, സ്ട്രൈക്കിംഗ് കളേഴ്സ് ഉപയോഗിക്കുക എന്നൊക്കെ ആയിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലിൽ കണ്ടൻറ്റ് കംപ്ലീറ്റ് ആയി. രണ്ടാമത് നിങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ വീഡിയോയിൽ നിങ്ങളുടെ ഹുക്ക് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ലക്ഷ്യം വയ്ക്കുന്നത്, റീച്ചാണോ എന്താണോ അത് അതിനകത്തേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ വ്യൂവേഴ്സിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ആവശ്യം എന്താണ് എന്നുള്ളത് പ്രസൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്നത് കൃത്യമായിട്ടും ആ കണ്ടൻറ്റ് എന്താണോ നിങ്ങൾ പറയുന്ന ടോപ്പിക്ക് അത് ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വീഡിയോ വൈറലായി തുടങ്ങും. ഫസ്റ്റിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി ഇതിനകത്ത് ഞാൻ സ്പൂൺ ഫീഡ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ ഒരുവിധ പോയിന്റുകളെല്ലാം തന്നെ നിങ്ങളുടെ മുന്നിൽ കവർ ചെയ്ത് കഴിഞ്ഞു, നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തന്നു കഴിഞ്ഞു. എന്ത് കണ്ടൻറ്റാണോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ എന്താ പറയുക ബ്യൂട്ടിയാണ് നിങ്ങളുടെ ഒരു സംഭവം, ഒരു ബ്യൂട്ടി എങ്ങനെ സ്കിൻ വൈറ്റനിങ് ചെയ്യാം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ അവിടെ എങ്ങനെ സ്കിൻ വൈറ്റനിങ് ചെയ്യാം എന്നുള്ളതിന് പകരം നിങ്ങൾ എങ്ങനെയാണ് വൈറ്റൻ ചെയ്തെടുത്തത് എന്നതായിരിക്കണം നിങ്ങളുടെ കവർ പേജിൽ നിങ്ങൾ മെൻഷൻ ചെയ്തത്. നിങ്ങൾ ആ റിസൾട്ട് അച്ചീവ് ചെയ്തത് വഴി എന്താണ് എന്നതായിരിക്കണം, എന്ന രീതിയിലായിരിക്കണം അതിൻ്റെ കവർ പേജ് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്. അവിടെ നിങ്ങൾ ആക്ച്വൽ റിസൾട്ടിന് പകരം എക്സൈറ്റ്മെൻറ്റ് കാണിക്കുകയാണെങ്കിൽ, അതുപോലെ കളർ കോമ്പിനേഷൻ കറക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വീഡിയോ അവിടെ സ്ട്രൈക്കിംഗ് ആവും, ഒരു ആൾക്കാരെ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് പോകും. വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യത്തെ 10 സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ എന്താണോ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്, ഒരു വ്യൂവർ നിങ്ങളുടെ വീഡിയോയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണോ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾ അവിടെ പ്രസൻറ്റ് ചെയ്ത് അവരെ ആ വീഡിയോയിലേക്ക് എൻഗേജ് ചെയ്യിച്ചിരിക്കണം. ഓക്കെ, ദെൻ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ് അതിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയിരിക്കണം. വെറുതെ ആദ്യത്തെ 10 സെക്കൻഡിൽ എല്ലാ സംഭവങ്ങളും കൊടുത്തു പിന്നീട് അങ്ങോട്ട് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിൽ അവർ പകുതിക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്ത് പോകും. സോ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഈ രീതിയിൽ ഞാൻ ഇതിൽ കംപ്ലീറ്റ് 100% സ്പൂൺ ഫീഡ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ഇവിടെ നിങ്ങൾക്കുള്ള തോട്ട് പ്രോസസ്സ് ഇട്ട് തന്നിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഫോളോ ചെയ്ത മെത്തേഡ് ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വീഡിയോ വൈറലാവും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്കൊന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഉറപ്പായിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് 1, 2, 3, 4 എന്നുള്ള രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല, 7 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക, നിങ്ങളുടെ വീഡിയോ വൈറലാവും ഉറപ്പാണ്. ഒന്ന് പരീക്ഷിച്ചിട്ട് നിങ്ങളുടെ ലിങ്ക് താഴെ കമൻറ്റ് ചെയ്തിട്ടോ, ഞാൻ സപ്പോർട്ട് ചെയ്യാം മാക്സിമം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു വെരി മച്ച്.